അച്ഛൻ ഈ എക്സോർസിസിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പിശാജ് സംസാരിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ അടുത്ത്? പിശാച് ധാരാളം കാര്യങ്ങൾ പറയും, സംസാരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയ വെളിപ്പെടുത്തലനുസരിച്ച്, എൻ്റെ ഇൻസ്പിറേഷൻ അനുസരിച്ച് പിശാചിനെ കൊണ്ട് സംസാരിപ്പിക്കുകയില്ല. സംസാരിക്കാനായിട്ട് തുടങ്ങും. ഞാൻ പറയും, ഷട്ട് അപ്പ് യുവർ മൗത്ത്, ഐ ആം നോട്ട് ലിസണിങ് യു, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ് ഫ്രം യുവർ സൈഡ്. അങ്ങനെ പറയുമ്പോൾ അവരുടെ വായടഞ്ഞു. അല്ലെങ്കിൽ അവർ തെറി വിളിച്ചു പറയും. ഈ വൈദികൻ്റെയും കൂടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെയും തിന്മകളെല്ലാം വിളിച്ചു പറയും. അല്ലെങ്കിൽ അവർ ഒത്തിരി സ്റ്റോറീസ് പറയാൻ തുടങ്ങും. ഞാൻ അവിടെയായിരുന്നു, ഇവിടെയായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ചെയ്യുന്നത്, ഇവരെ ആദ്യമേ തന്നെ ഇവരുടെ വായ ബന്ധിക്കുന്നു. നീ സംസാരിക്കാൻ പാടില്ല, ഞാൻ നിൻ്റെ സംസാരം കേൾക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ പിശാച് സംസാരിക്കുന്നതല്ല കേൾക്കുന്നത്. കാരണം അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും നമ്മളെ കൺഫ്യൂസ്ഡ് ചെയ്യുകയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റാതാവുകയും നമുക്ക് തന്നെ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവരെ സംസാരിക്കാനായിട്ട് അനുവദിക്കാറില്ല. അങ്ങനെ ഒന്നോ രണ്ടോ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഉടനെ തന്നെ ഒരു അടിച്ചമർച്ച ചെയ്യുന്ന പോലെ തന്നെ അതിനെ ഒരു കമാൻഡ് കൊടുത്ത് അവസാനിപ്പിക്കണം. ഒരു സ്ത്രീനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ രക്തം കുടിക്കുമെന്ന് പറഞ്ഞു. നീ രക്തം കുടിക്കുക, ഞാനിവിടെ വെച്ചിരിക്കുന്ന വെള്ളം പോലും എടുത്ത് കുടിക്കാൻ നിനക്ക് കഴിവില്ല, പിന്നെ നീ എൻ്റെ രക്തം കുടിക്കാൻ നിനക്ക് സാധിക്കുമോ? കീപ് ക്വയറ്റ്, ഇനിമേൽ സംസാരിക്കരുത്. പിന്നെ സംസാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായി വരുമ്പോൾ അതിന് വേറെ കമാൻഡ് കൊടുക്കണം. ഐ എം നോട്ട് സ്റ്റാൻഡിങ് ഹിയർ ടു സീ യുവർ ഡ്രാമ, ഐ എം ടേക്കിംഗ് അതോറിറ്റി ടു ബൈൻഡ് യു കാസ്റ്റ് യു ഔട്ട്, കീപ് ക്വയറ്റ്, ബി സ്റ്റിൽ. അങ്ങനെ പറയുമ്പോൾ പിന്നെ അവരൊന്നും ഒരു മാനിഫെസ്റ്റേഷനും പോകുന്നില്ല. ഇനി അങ്ങനെ മാനിഫെസ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ 4 പേരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. 4-6 പേര് ഇവരെ കൺട്രോൾ ചെയ്ത് പിടിച്ച് അവിടെ ഇരുത്തണം. അങ്ങനെ ചില ആളുകളിൽ മാത്രം ഇങ്ങനെ ഇത്തരത്തിലുള്ള വയലൻ്റ് നേച്ചർ കാണാറുണ്ട്. പക്ഷേ അത് 2-3 മിനിറ്റേ കാണുകയുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ആ ഒരു വയലൻ്റ് സ്പിരിറ്റിനെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് നിർവീര്യമാക്കണം.